ഇതൊന്നുമില്ല. പുറത്ത് 4 അടി കിട്ടാത്ത കാരണം ഇവനൊക്കെ. 4 അടിണ്ട് കിട്ടിച്ചവനൊക്കെ ശരിയായിക്കോളും. ഹലോ ഗൈസ്, നമ്മൾ സംസാരിക്കാൻ പോണത് ഒന്നുമില്ല, നമ്മളെ ഇൻഫ്ലുവൻസർ തൊപ്പിൻ്റെ കേസാണ്. തൊപ്പിൻ്റെ ജാമ്യാപേക്ഷ എന്തായാലും കോടതി തീർപ്പാക്കിയിട്ടുണ്ട്. അല്ല എന്താ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൽ പോലീസ് എന്താ പറഞ്ഞുള്ളത് വെച്ച് കഴിഞ്ഞാൽ തൊപ്പിനോട് ഹാജരാവാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആളെന്തായാലും കിട്ടിയിട്ടൊന്നുമില്ല, പോലീസിനെ അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അവനോട് ഹാജരാവാച്ചെന്നുണ്ടെങ്കിൽ തൊപ്പി ഹാജരാവുന്നുണ്ടെങ്കിൽ അവൻ്റെ പേരിൽ കേസെടുത്തിട്ട് ജാമ്യത്തിൽ വിടാമെന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ ഹാജരായിട്ടില്ല, തൊപ്പി ഹാജരായിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലീസ് ഒരു കാര്യം ചെയ്യും, ഇതിൻ്റെ കുറ്റപത്രം നൽകും കോടതിക്ക്. അത് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാവും തൊപ്പിക്ക് കാര്യങ്ങൾ. അല്ലെങ്കിൽ തൊപ്പി പെട്ടേക്കാണ്. എന്തായാലും തൊപ്പിനെ ലോക്കാക്കുകയും ചെയ്യുക, വേറെ കാര്യം. എന്നതിൻ്റെ നടപടിക്രമങ്ങൾ നീണ്ടു പോകണം. എന്തായാലും നമുക്ക് ന്യൂസിലെന്താ പറയണമെന്ന് കേട്ടോക്കാം. സാമൂഹ്യ മാധ്യമങ്ങളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച കേസിൽ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തീർപ്പാക്കി. ഇപ്പോഴും ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. നോട്ടീസ് നൽകി വിളിച്ചെങ്കിലും ഹാജരായില്ല. പിന്നാലെ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. ഇതോടെയാണ് തൊപ്പി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. എന്നാൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമാണെന്ന് ചൂണ്ടിക്കാണിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തീർപ്പാക്കി. തൊപ്പിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം മഞ്ചേരി പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒളിവിൽ നിൽക്കണമെങ്കിലും ഇവനെ പൊക്കും. എന്തായാലും നല്ല സീരിയസ് ആയിട്ട് തന്നെ പൊക്കുവനെ. പൊക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഈ നോട്ടീസ് കൊടുത്തുള്ള കേസ് എന്താ വെച്ചാലും ഇവൻ്റെ ഈ ഫ്രണ്ട്സുകളെ അശ്ലീല വീഡിയോ പുറത്താക്കി എന്ന് പറഞ്ഞിട്ടല്ലേ ഇവൻ്റെ ഈ കേസാക്കിയിട്ടുള്ളത്. അതിലിപ്പോൾ ഇവനക്ക് ജാമ്യം കിട്ടിയെന്ന് വരും. പക്ഷെ വേറെ പ്രശ്നത്തിൽ കിടക്കുന്നുണ്ട്. എന്താ പറയുക, ഇവനക്ക് മഞ്ചേരിയിലൊരു കേസുണ്ട്. ആ കേസ് ജാമ്യമില്ലാത്ത വകുപ്പാണ്. ഇനിയിപ്പോൾ ഇതിൽ ഹാജരായി കഴിഞ്ഞാലും, ഇനിയിപ്പോൾ ഇത് ഹാജരായില്ല എന്ന് വെച്ചോ, അവനെ പൊക്കിക്കഴിഞ്ഞാലും ഇവനക്ക് എന്തായാലും ആ ജാമ്യമില്ലാത്ത കേസിൽ എന്തായാലും ഇവന് ലോക്കാം. അതിന് ഇവന് ഊരാൻ പറ്റില്ല. ഊരാൻ പറ്റുന്ന അവന് മുന്നേ പറ്റിയായിരുന്നു. ഇതുവരെയും പറ്റുന്നുണ്ടാകുന്നില്ല. എന്തായാലും ഇനിയും പറ്റൂല. എന്തായാലും ലോക്കായി. പിന്നെ ഇതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ കയ്യിരിപ്പാകുമ്പോൾ ഭയങ്കര പ്രശ്നം. നമ്മൾ ഇൻഫ്ലുവൻസർ പറഞ്ഞിട്ട് ഒരു കഥയില്ല. ഇവന് കുറേ കുഞ്ഞുമക്കൾ ഇവൻ്റെ വീഡിയോ കണ്ടിട്ട് ലേക്ക് അടിച്ച് നടക്കുന്ന ടീമാണ്. ഒന്നും പറയാൻ നിൽക്കണ്ട. അത് വേറെ കാര്യം. ഇപ്പോൾ കുഞ്ഞുമക്കളും ഇല്ല, ഫാൻസും ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ ഒറ്റക്കായില്ലേ. എന്ത് കാര്യമുണ്ട്. നമ്മളെ കുറച്ചൊക്കെ അഹങ്കരിക്കുക. കൂടുതലായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എന്തൊക്കെ ലൈവ് വന്ന് തെറിവിളി, പച്ച വിളി, വീട്ടിലവർക്കൊന്നും കാണാൻ പറ്റില്ല. നിലക്കാണ് അവൻ്റെ തെറിവിളിയും പിള്ളേരെ. ഇതൊക്കെ കേൾക്കണതൊക്കെ ചെറിയ ചെറിയ പിള്ളേരാണ് ഇവൻ്റെ വീഡിയോ കാണുന്നത്. ഇതിൻ്റെയൊക്കെ ധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ഫോളോവേഴ്സും യൂട്യൂബിൽ വരുമാനവും ഫോളോവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തും ചെയ്യാന്നുള്ള, എന്തു തോന്നിയ ദിവസം കാട്ടുക എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. ഇത് പണ്ടത്തെ കാലത്തൊന്നും നടന്നിരുന്നില്ല. ഇത് ഇപ്പോഴത്തെ ഈ കാലത്താണ് ഇതിങ്ങനെ പ്രശ്നമായിക്കൊണ്ടിരിക്കും. മുന്നേ ഇങ്ങനത്തെ ഇടപെടെ കാട്ടുന്നവരെ ഏതെങ്കിലും വലിയൊരു പിടിച്ച് 4 ചെപ്പങ്ങൾ കൊടുത്തിട്ടെങ്കിലും ഏറ്റവും ഒതുക്കിയായിരുന്നു. കുറച്ച് സബ്സ്ക്രൈബേഴ്സും കുറച്ച് പൈസ കൂടുതലുണ്ടിച്ചിട്ട് എന്ത് തോന്നിയ ദിവസം വന്ന് നാട്ടിൽ കാട്ടാന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു ഇവൻ്റെ. എന്തായാലും ഇപ്പം മൂഞ്ചിയില്ലേ. ഇനി എന്തായാലും ഇപ്പം എന്തായാലും എനിക്ക് തോന്നുന്നു അടുത്ത് തന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കിട്ടുമെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. ട്രോഫിയും കരുതിച്ചിട്ടുണ്ടാവും ഇവന്. ഇപ്പം മുന്നേ ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നല്ലോ. എന്നിട്ട് ഇവൻ്റെ ലൈവ് വന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത കേസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പോലീസിൻ്റെ കണ്ണിലെപ്പോഴും നോട്ടപ്പുള്ളിയാണ് എന്താ മനുഷ്യൻ വെച്ചിട്ടുണ്ടാവും. ആ ട്രോഫിയും മേടിക്കാം, നോക്ക്, എന്തെങ്കിലും കിട്ടിയൊക്കെ മേടിച്ചോ. അല്ലാണ്ട് പിന്നെ എന്താ പറയുക, എന്തെന്ന് നിനക്ക് പറയാം. കുറേ ഇൻഫ്ലുവൻസർ വാങ്ങിയേക്കണം. ഒരു കഥയില്ലാത്ത ടീം. ഇതൊന്നുമില്ല. പുറത്ത് 4 അടി കിട്ടാത്ത കാരണം ഇവനൊക്കെ. 4 അടിണ്ട് കിട്ടിച്ചവനൊക്കെ ശരിയായിക്കോളും. എന്നാൽ ശരി, എന്നാൽ ഞാൻ വീഡിയോ നിർത്തണം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, താങ്ക് യു. വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് മറക്കണ്ട, ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ഓക്കെ, കമൻറ്റ് എന്തായാലും ഇട്ടോ.